ഞാനൊന്ന് ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ പോസ്റ്റ് ഇടുന്നു, വിവാദമാകുന്നു, ആളുകൾ പ്രതികരിക്കുന്നു. അതിനുശേഷം അവർ മനോരമ ഓൺലൈന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് 2016 തിരുവനന്തപുരം സബ് കളക്ടറായി ആദ്യം എത്തിയതു മുതൽ തനിക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ വിഴിഞ്ഞം വരെയുള്ള എല്ലാ നിയമനങ്ങളും നൽകിയത് LDF സർക്കാരാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു രാഷ്ട്രീയ നിലപാട് എന്നതിൽ അതിൽ വ്യക്തതയുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിലേക്ക് നേരിട്ടൊരു മറുപടി നൽകുന്നില്ല. ഭാവിയിൽ സംഭവിച്ചേക്കാം എന്നുള്ള സൂചനകളും വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ചിന്തകൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് പറയാമോ? എന്താണ് സർവീസ് ചട്ടം എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. എവറി മെമ്പർ ഓഫ് ദി സർവീസ് ഷാൽ മെയിൻറ്റെയിൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. രണ്ടാമതായി വരുന്നത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നുള്ളതാണ്. മൂന്നാമത് പ്രൊമോട്ടിംഗ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മെറിറ്റ്, ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. ഇത് ആപേക്ഷികമാണ്. എനിക്ക് തോന്നുന്നതായിരിക്കണം എന്നില്ല ശ്രീജിത്ത് പണിക്കർക്ക് തോന്നുക. എവിടെയാണ് ഇതിൻ്റെ അതിർവരമ്പ്? ആരാണ് നിശ്ചയിക്കേണ്ടത്? സ്മൃതി, ഇതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു അഭിപ്രായം, മറ്റൊരാൾ നല്ല പ്രവർത്തകനാണ്, നല്ല രീതിയിലത്തേക്കുള്ള സേവനമാണ് അദ്ദേഹത്തിൻ്റെത്, വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയാം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് പറയാം. അതല്ല എങ്കിൽ ഒരു കുറിപ്പ് എഴുതി അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ ഏതൊരു നിമിഷമാണോ ഞാനതിനെ ഒരു പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് ഇടുന്നത്, ആ സമയത്ത് അത് വിമർശനത്തിന് വിധേയമാണ്. ആ വിമർശനം എന്ന് പറയുന്നത് അപകീർത്തികരമാകുന്ന രീതിയിലത്തേക്ക് പോകുന്നത് ശരിയല്ല, സ്ത്രീവിരുദ്ധതയായി പോകുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പണ്ട് കാലത്ത് ഇത് രാജഭരണകാലമായിരുന്നുവെങ്കിൽ ഈ പോസ്റ്റ് ഏത് രീതിയിലത്തേക്കായിരിക്കും നമ്മൾ അതിനെ കാണുക? കൊട്ടാരം കവികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരുണ്ടായിരുന്നു. അതിൽ തന്നെ നല്ല കവികളും ഉണ്ടായിരുന്നു. മറിച്ച് പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതുവഴി പട്ടും വളയും ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ രീതിയിലത്തേക്കുള്ള ഒരു സൈക്കോഫെൻസി, അതും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന രീതിയിലത്തേക്കും തമ്മിലുള്ള അതിർവരമ്പ് എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പോസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ഇത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള, വളരെ ശരിയായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് എന്ന് തോന്നാം. അതേപോലെ തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഇത് സൈക്കോഫെൻസി ആണ് എന്ന രീതിയിലത്തേക്കും ആൾക്കാർക്ക് തോന്നാം. ഭരണത്തിലുള്ള ആൾക്കാരോട്, രാഷ്ട്രീയമായ അധികാരമുള്ള ആൾക്കാരോട്, ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ഒരു സിവിൽ സർവന്റ് വളരെ അടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ പ്രശംസ കൊണ്ട് പൊതിയുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ട് അലങ്കാരങ്ങളും ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടും ആൾക്കാർക്ക് തോന്നാം. അങ്ങനെയുള്ള ആൾക്കാരെയും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഇനി ഇതിനെ ഒരു കേവല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായിട്ട് നമുക്ക് കരുതാൻ കഴിയുമോ? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതാൻ കഴിയുമോ? ഇത് വിമർശനമായിരുന്നുവെങ്കിൽ ഈ രീതിയിലത്തേക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നില്ല. ഇന്ന് ഇതിനെ സ്വീകരിക്കുന്ന ആൾക്കാർ ഇതൊരു വിമർശന രീതിയിലുള്ള ഒരു അഭിപ്രായമായിരുന്നു ഈ പറഞ്ഞിരുന്നത് എങ്കിൽ അവരെല്ലാവരും തന്നെ പറയുന്നത് എന്തായിരിക്കും? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു അതിർവരമ്പുണ്ട്, അതിനെ അവർ ക്രോസ് ചെയ്യാൻ പാടില്ല, ഈ രീതിയിലത്തേക്ക് വിമർശിക്കാനുള്ള അധികാരം അവർക്കില്ല, തുടങ്ങിയ രീതിയിലത്തേക്ക് അവർ പറയും. ആ അതിർവരമ്പ് ലംഘിച്ചു എന്നുള്ളതല്ലേ ഇപ്പോൾ പ്രശാന്ത് IAS ചാർത്തി കൊടുത്തിരിക്കുന്ന കുറ്റം? അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ കൂടി. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത്, അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മൾ അതിന്റെ ഏറ്റവും പെരിഫറിയിൽ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രശംസയാണ്. ആ പ്രശംസയ്ക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. അത് പിണറായി വിജയനെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് അത് പിണറായി വിജയനെ പുകഴ്ത്തുന്ന പോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കെ രാധാകൃഷ്ണനെ പുകഴ്ത്തുന്ന പോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കെ രാഗേഷിനെ പുകഴ്ത്തുന്ന പോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പ്രശംസിക്കാം. മറിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജയതിലകുമായി ബന്ധപ്പെട്ട ട്രോളുകളൊക്കെ മാറ്റി നിർത്തിക്കോളൂ. അദ്ദേഹം പറയുന്ന മെറിറ്റുള്ള കുറെ വിഷയങ്ങളുണ്ടല്ലോ, ആ മെറിറ്റുള്ള വിഷയങ്ങൾ പോലും അവിടെ ചർച്ചയാകാതിരിക്കുകയും അദ്ദേഹത്തിന് പ്രത്യേക ഒരു അന്വേഷണം ഒന്നും നടക്കാതെ ശ്രീ പ്രശാന്ത് സർവീസിൽ നിന്ന് മാസങ്ങളായിട്ട് പുറത്തു നിൽക്കുകയും ചെയ്യുന്നത് പുകഴ്ത്തിയില്ല എന്നതിന്റെ പേരിലാണ്, അഥവാ ഇകഴ്ത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിലാണ്. അപ്പൊ ഇതിനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായിട്ട് കരുതേണ്ടതില്ല, മറിച്ച് ഇത് പൂർണ്ണമായിട്ടും പുകഴ്ത്തൽ എന്ന രീതിയിലത്തേക്കാണ്. ഞാനിതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സ്മൃതി വായിച്ചതുപോലെ തന്നെ രാഷ്ട്രീയതര സ്വഭാവമുള്ള ഒരു ജോലിയാണ് സിവിൽ സർവീസ്. ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി എന്നൊരു പദമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എത്ര സിവിൽ സർവൻസ് അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ള പ്രസ്താവനകൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ രാഗേഷ് ഇപ്പൊ ഏത് റോളിലേക്കാണ് പോവുക? അദ്ദേഹം ഇനി ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, അദ്ദേഹം നിലവിലൊരു പൊളിറ്റിക്കൽ നോമിനിയാണ് നമുക്കറിയാം, പക്ഷെ അദ്ദേഹം ഇനി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ താൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കണോട്ടേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥയെ അറിയണം. അതല്ലാതെ എനിക്ക് അടുപ്പമുള്ള, ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആൾക്കാരുള്ള വിചിത്രമായിട്ടുള്ള ലോകം എന്ന് പറയാൻ നൈവായിട്ടുള്ള ഒരു 3ാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ല ദിവ്യ എസ് അയ്യർ.
അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജൂനിയർ ആയിട്ടുള്ള എത്രയോ IAS ഉദ്യോഗസ്ഥന്മാരുണ്ടാകും നമ്മുടെ സർവീസിൽ. അങ്ങനെ സർവീസിലുള്ള ആൾക്കാർക്ക് ഇത് നൽകുന്ന പാഠം എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള നേതൃനിരയിലുള്ള ആൾക്കാരെ, അധികാരത്തിന്റെ പല ശ്രേണികളിലുള്ള ആൾക്കാരെ, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ ഒക്കെ തന്നെ നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം, അവരെ അങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. പുകഴ്ത്തിയാൽ എന്ന നല്ല മാതൃക സൃഷ്ടിച്ചു പദവിയിലിരിക്കാം, കഴിഞ്ഞാൽ ജൂനിയർ ഉദ്യോഗസ്ഥർ വിമർശിച്ചാൽ എന്തായിരിക്കും ചിന്തിക്കുക? വീട്ടിലിരിക്കാം എന്നൊരു സന്ദേശം കൂടി ലഭിക്കുകയാണ്. ഞാൻ ഒന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.